ബോളിവുഡ് ആയതുകൊണ്ട് ഇടയ്ക്ക് ഇച്ചിരി ഇത് എന്താ പറയാ ക്രിഞ്ചായിട്ട് തോന്നും, പക്ഷെ കുഴപ്പമില്ല, നല്ല ഫിലിമാണ്. നല്ല എന്ന് പറയുമ്പോൾ ചിരിക്കാനൊക്കെ ഉണ്ട്, ഒരുപാട് സിറ്റുവേഷൻ കോമഡി ഒക്കെ ഉള്ള. ഹൗസ്ഫുള്ളിലെ പണ്ടത്തെ പാട്ടുകൾ പോലെ എന്റർടൈൻ ചെയ്തിരിക്കാൻ പറ്റുന്ന സംഭവമുണ്ട്. പിന്നെ കുറേയൊക്കെ ഏതൊക്കെയോ നമ്മുടെ മലയാളത്തിൽ തന്നെയുള്ള ചില സിനിമയുടെയൊക്കെ ഒരു ഒരു കോപ്പിങ് ഒക്കെ ഉണ്ട് കുറേ ചില സിറ്റുവേഷൻസ് ഒക്കെ. അല്ലാതെ നമുക്ക് ഒരു എന്റർടൈൻ ചെയ്തിരിക്കാം, തമാശയൊക്കെ ഒരുപാടുണ്ട്. പിന്നെ ഹിന്ദിയിലെ മിക്കവാറും വലിയ വലിയ താരങ്ങളെല്ലാം ഒരു സ്ക്രീനിൽ ഒരു സിനിമയ്ക്കകത്ത് കാണാൻ പറ്റും. അത് തന്നെയാണ് വേറൊരു നല്ലൊരു മൂവിയാണ്. അതുപോലെ തന്നെ ഉണ്ട്. ഇതിൽ കുറച്ച് ക്രൈമും അതിന്റെ ഇൻവെസ്റ്റിഗേഷനും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. നന്നായിരുന്നു ബ്രോ. പക്ക കോമഡി പടമാണോ? ഫുൾ കോമഡിയാ. കോമഡി ക്രൈം ത്രില്ലർ അല്ലേ? അതെ അതെ, ഒരു പുതിയ ജേണർ മാതിരി തോന്നി ഈ സീരീസില്. പക്ക നല്ല ത്രില്ലിംഗ് ആണോ? ചെറുതായിട്ട് ത്രില്ലിംഗ് ആണ്, പിന്നെ കോമഡി ഉള്ളതുകൊണ്ട് ബോറ് പിന്നെ ലാഗോ അധികം തോന്നിയില്ല. ബാക്കിയുള്ളതൊക്കെ 1, 2, 3, 4, 5, 4 ഒക്കെ വെച്ച് നോക്കുമ്പോൾ ലൈക്ക് പഴയമാതിരി തന്നെ കോമഡി ഒക്കെ ഉണ്ട്. പിന്നെ ഇത് ഒരു ത്രില്ലർ ജേണർ ആയതുകൊണ്ട് ഒരു ചെറിയ പുതുമയുണ്ട്. അക്ഷയ് കുമാർ, അഭിഷേക് ബച്ചൻ അവരൊക്കെ നന്നായി പെർഫോം ചെയ്തു. സഞ്ജയ് ഒക്കെ എങ്ങനെയുണ്ട്? സഞ്ജയ് നന്നായിരുന്നു. ലൈക്ക് ബോളിവുഡ് ആയതുകൊണ്ട് ഇടയ്ക്ക് ഇച്ചിരി ഇത് എന്താ പറയാ ക്രിഞ്ചായിട്ട് തോന്നും, പക്ഷെ കുഴപ്പമില്ല. फिल्म बहुत अच्छा है भाई, और हमारा बॉलीवुड के बहुत सारा हीरो है इन फिल्म में। कॉमेडी बहुत शुरू से ही अच्छा है और लास्ट तक कॉमेडी है। और हमारा बॉलीवुड का बहुत सारा हीरो है, हमको बहुत अच्छा लगा।